learning. അപ്പോൾ ദാ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഷടപടി പറഞ്ഞ് നമ്മളിങ്ങനെ പഠിക്കാൻ തുടങ്ങി അല്ലേ. സോ ഇന്ന് ആക്ച്വലി മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ വന്നത് സാധാരണ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കോണ്ടന്റ് ഒന്നുമല്ല. ഇടയ്ക്ക് എപ്പോഴും മിസ് പറയാറുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്യണം, ഇത്തിരി ഗ്രാമർ വീഡിയോസ് ഗ്രാമർ കണ്ടന്റ് നമ്മൾ പഠിക്കണോ. അതേപോലെ എന്താണ് ഇടയ്ക്ക് നമ്മൾ എന്ത് വേണം, ഇത്തിരി വൊക്കാബുലറീസ് ഒക്കെ പഠിക്കണം, വാക്കുകളൊക്കെ പഠിക്കണം. ഇതെല്ലാം കൂടി ആകുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, നിങ്ങളുടെ ഇംഗ്ലീഷ് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആവുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ആക്ച്വലി പഠിക്കാൻ പോകുന്ന ആന്റോണിമോസ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളോട് കാണുന്നുണ്ട്. ദറ്റ് ഈസ് എന്താണ്, ഗ്രീക്ക് വേർഡ് ആണ്. അത് നമ്മൾ നോക്കണ്ടേ. നമ്മൾ ഇത്ര നോക്കിയാൽ മതി. ആന്റണിംസ് എന്ന് നോക്കിയാൽ മതി. ആന്റണിംസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, വിപരീത പദങ്ങൾ, ഓപ്പോസിറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ ക്രോസ് ഇട്ട് എഴുതൂലെ, ദറ്റ് ഈസ് എന്താണ് ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പൊ ആക്ച്വലി ഓപ്പോസിറ്റ്സ്. അപ്പൊ നമുക്കറിയാം എന്താണ് ഓപ്പോസിറ്റ് എന്ന് പറയാൻ നമ്മൾ പഠിക്കുന്നതാണ് സ്കൂളിൽ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇത്തിരി വാക്കുകളുടെ ഓപ്പോസിറ്റ്സ് പഠിക്കാം. നമ്മൾ ആന്റണിംസ് ചിലത് എന്തായിരിക്കും നമുക്ക് അറിയാതായിരിക്കും. നമ്മൾ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, നമ്മൾ വാക്കുകൾ കുറേ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചാല് സംസാരിക്കുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടുള്ളൂ. അപ്പൊ ആക്ച്വലി ഇവിടെ നോക്കുക, ഫ്രണ്ട് ആൻഡ് ബാക്ക്. നമുക്കറിയാം മുന്നിലുള്ള കാര്യം നമ്മൾ എന്ത് പറയും, ഫ്രണ്ട് എന്ന് പറയും. നമ്മുടെ ബാക്ക് ആണെങ്കിൽ എന്ത് പറയും, ബാക്ക് സൈഡ് ആണെങ്കിൽ പിന്നിലുള്ള കാര്യമാണെങ്കിൽ ബാക്ക്. സോ ഓപ്പോസിറ്റ് നോക്കാം, ബാക്ക് ഓപ്പോസിറ്റ് എന്താണ്, ബാക്ക് ആന്റോണിം ഇറ്റ് ഈസ് ഫ്രണ്ട്. ഓക്കെ, ഫ്രണ്ട് ഓപ്പോസിറ്റ് എന്താണ്, ഇറ്റ് ഈസ് ബാക്ക്. സോ ഫ്രണ്ട് ആൻഡ് ബാക്ക്. ഓക്കെ, എന്താ പറയാ, ഇങ്ങനെ വെക്കാം അല്ലെ. Yes, front and back. Play. So front and back opposite were loud. Next നോക്ക് നിങ്ങൾ, cold, frosty. cold എന്ന് പറഞ്ഞാൽ തണുപ്പ്, frosty എന്ന് പറഞ്ഞാൽ തണുപ്പാണ്. പക്ഷെ ഈ പറയുന്ന കോൾഡിന്റെയും ഫ്രോസ്റ്റിന്റെയും ഓപ്പോസിറ്റ് എന്താ, ഇറ്റ് ഈസ് ഹോട്ട്, ചൂടുള്ളത്. അപ്പൊ തണുത്തൊരു സംഗതി അതിന്റെ തൊട്ടടുത്ത് എന്താണ്, നല്ല ചൂടുള്ള സംഗതികളുണ്ട് അല്ലെ. അടുത്ത് നോക്ക്, ഹാപ്പി, cheerful. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം, cheerful എന്ന് പറഞ്ഞാലും സന്തോഷം. പക്ഷെ സന്തോഷം പറഞ്ഞാൽ ഹാ ഹാ ചിരിക്കുന്നു അല്ലെ, നമ്മൾ കളിക്കുന്നു. അതിന്റെ എന്തായിരിക്കും വിഷമമായിരിക്കും അല്ലെ, സങ്കടമായിരിക്കും ഓപ്പോസിറ്റ്. സോ ഹാപ്പി അതല്ലെങ്കിൽ cheerful. അപ്പൊ ഒരു വാക്ക് കൂടെ എക്സ്ട്രാ പഠിച്ചില്ലേ, ഹാപ്പി, cheerful. അതിന്റെ ആന്റണിം എന്താണ്, ഇറ്റ് ഇസ് സാഡ്. ഓക്കെ, സാഡ് എന്നുള്ളതാണ് ഇതിന്റെ ആന്റണിം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ, വുമൻ, ഫീമെയിൽ. വുമന്റെ മറ്റൊരു പേര് എന്ത്, ഫീമെയിൽ അല്ലെ. ഇതിന്റെ എന്താ പറയാ ഓപ്പോസിറ്റ്, പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ലേഡി. എന്താ അതിന്റെ ഓപ്പോസിറ്റ് വരാ, തീർച്ചയായിട്ടും പുരുഷനല്ലേ, മാൻ അല്ലേ. തീർച്ചയായിട്ടും ഒരു ലേഡിക്ക് ഓപ്പോസിറ്റ് എന്താ വരാ, ഒരു മാൻ അല്ലെ, ഒരു പുരുഷനാണ് എന്ത് ചെയ്യാ ഓപ്പോസിറ്റ് വരാം. അടുത്ത് നോക്ക്, ഫാസ്റ്റ്, പെട്ടെന്ന്, ക്വിക്ക്, പെട്ടെന്ന്. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും, മന്ദം മാടി നടക്കുന്ന, ഇറ്റ് ഈസ് സ്ലോ. സോ ഫാസ്റ്റ് ഓപ്പോസിറ്റ് എന്താണ്, ഇറ്റ് ഈസ് സ്ലോ. ഫാസ്റ്റ് ഓപ്പോസിറ്റ് ഇറ്റ്സ് സ്ലോ, ഇറ്റ് ഈസ് സ്ലോ. നെക്സ്റ്റ് വന്ന് നോക്കണേ, ക്ലീൻ, ടൈഡി. ക്ലീൻ എന്ന് പറഞ്ഞാൽ നീറ്റ് ആയത്, വൃത്തിയുള്ളത്. ടൈഡി എന്ന് പറഞ്ഞാലും വൃത്തിയുള്ളത്. സോ ക്ലീൻ ആൻഡ് ടൈഡി. അതിന്റെ എന്താണ് ഓപ്പോസിറ്റ്, നമ്മൾ പറയും വാട്ട് എ മെസ്സി റൂം. മെസ്സി എന്ന് പറയുന്നത് മുഴുവൻ വാരി വലിച്ചിട്ട് കച്ചറ അവിടെ ഇവിടെ ചിന്തി ഇട്ടിട്ടാണ് എന്ത്, വൃത്തിയില്ലാതെ വാരി വലിച്ചിട്ട് നമ്മൾ എന്ത് പറയാം, മെസ്സി എന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് പറയും, മെസ്സി. അയ്യോ ഇത് കേട്ട മെസ്സി ഫാൻസ് ഒക്കെ പറയും, ഓ മൈ ഗോഡ് മെസ്സിയോ, ഞങ്ങളുടെ മെസ്സിയോ എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വരരുത്. സോ മെസ്സി മീൻസ് എന്താണ്, ഈ മെസ്സി മീൻസ് എന്താണ്, വാരിച്ചിതറി എന്താണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് strong. എന്താണ് strong? I'm a powerful man. I'm a strong person. I have muscles. ഇവിടെ muscles കണ്ടോ, muscles. I have muscles. But എന്താണ്, what is opposite that? Opposite, it is weak അല്ലെ. weak ആണ് എന്ത്, അതിന്റെ ഓപ്പോസിറ്റ്. അടുത്ത വൺ എന്താണ്, it is big. Okay, big ആണ് എന്ത്, നെക്സ്റ്റ് വേർഡ്. ബിഗിന്റെ മറ്റൊരു വേർഡ് എന്താ, it is huge ആണ് അടുത്തൊരു വേർഡ്. ഈ പറയുന്ന ബിഗും ഹ്യൂജ് എന്താ, സെയിം ടു സെയിം ആണ്. അപ്പൊ ഈ ബിഗ് എന്ന് പറയുന്നതിന്റെ ഹ്യൂജ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കാം, വളരെ കുഞ്ഞായിരിക്കാം, സ്മോൾ അല്ലെ. അടുത്ത് നോക്കുക, റിച്ച് ആൻഡ് വെൽത്തി. ഞാൻ വളരെ എന്താണ് പണക്കാരനാണ്, ഞാൻ വളരെ റിച്ച് ആണ്, വെൽത്തി ആണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ഇറ്റ് ഈസ് പുവർ, പാവപ്പെട്ട ആള് അല്ലെ, പൈസ ഇല്ലാത്ത പാവപ്പെട്ട ആള്. അടുത്ത് നോക്ക്, നോയ്സി അല്ലെങ്കിൽ ലൗഡ്, ഉറക്കനെ അല്ലെങ്കിൽ എന്താ ഒച്ചപ്പാട്. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, ക്വൈറ്റ് ആണ് അല്ലെ, ക്വൈറ്റ്, ശബ്ദമുണ്ടാക്കാതിരിക്കുക. അടുത്ത് നോക്ക്, ഹാപ്പി, ജഗ സന്തോഷം അല്ലെ. മറ്റേ എന്താണ്, സാഡ്, വിഷമിച്ചിരിക്കുന്നു. ഹാപ്പി, ഗ്ലാഡ്. ഓക്കെ, നോക്ക് ഹാപ്പി, ഇവിടെ ഇതിന്റെ ഓപ്പോസിറ്റും എന്ത് വേണം, സാഡ് നമ്മൾ കൊടുക്കണം. ഇവിടെ നോക്ക് നിങ്ങൾ, അപ്പ് ആൻഡ് ഡൗൺ. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ. അപ്പ് എന്ന് പറഞ്ഞാൽ മേലെ, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴെ. സോ ഇറ്റ് ഇസ് അപ്പ്, ഇറ്റ്സ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ. നെക്സ്റ്റ് വൺ also we discussed in the happy
happy, അതേപോലെ sad, and here we have it is big and it is small. Big opposite എന്താണ്? It is small. Next one എന്താണ്? ഇത് നോക്ക് ഇവിടെ, ഇതെന്താണ്? It is thick and thin. ഇവിടെ എന്തുണ്ട്? ഇറ്റ് ഈസ് ഫാറ്റ്, തടിച്ചതാണ്, ആൻഡ് ഇറ്റ് ഈസ് സ്ലിം, മെലിഞ്ഞതാണ് അല്ലേ. സോ എന്താണ്? കട്ടിയുള്ളതാണ്, കട്ടി കുറഞ്ഞതാണ്, ഫാറ്റ് തടിച്ചതാണ്, ഡുണ്ടുവാണ്. അതേപോലെ ഇവിടെ എന്തുണ്ട്? ഇറ്റ് ഈസ് നമുക്ക് എന്തുണ്ട്? സ്ലിം ആണ് നമുക്ക് പറയാം, മെലിഞ്ഞിട്ടാണെന്ന് നമുക്ക് പറയാം. അടുത്ത നോക്കി ഇവിടെ വെറ്റ് ഉണ്ട്. വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നനയ അല്ലെ, മഴയത്തൊക്കെ നനയ അല്ലെങ്കിൽ വെള്ളം തട്ടി നനഞ്ഞ് നമ്മൾ എന്താ പറയാ? വെറ്റ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്പോസിറ്റ് ഉണക്കം, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആയിരിക്കും, ഉണങ്ങിയത്. സോ വെറ്റ് ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡ്രൈ. അടുത്ത് നോക്ക് യങ്, കുട്ടി, ചെറുപ്പം. അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? കുറച്ച് പ്രായമായത്, ഓൾഡ്. സോ യങ് ഓപ്പോസിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഓൾഡ്. ഓക്കെ, യങ് ഓപ്പോസിറ്റ് ഇറ്റ് ഈസ് ഓൾഡ്. ഓക്കെ, അപ്പൊ ഇത്രയും വാക്കുകൾ ഇന്ന് നിങ്ങൾ പഠിച്ചില്ലേ നിങ്ങള്? അപ്പൊ ഒത്തിരി വാക്കുകൾ പഠിച്ചു. അപ്പൊ ഇടയ്ക്ക് മിസ് പറഞ്ഞതുപോലെ നമുക്ക് എന്ത് വേണം? നമ്മൾ ഇത്തിരി വൊക്കാബുലറീസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കാണണം, വാക്കുകളൊക്കെ നമ്മൾ പഠിക്കണം. ഇനി ഒത്തിരി നമുക്ക് സിനോണിംസ് പഠിക്കാനുണ്ട്, ഒത്തിരി ആന്റണിംസ് പഠിക്കാനുണ്ട്, ഒത്തിരി ഹോമോണിംസ് ഒക്കെ പഠിക്കാനുണ്ട്. കാരണം ഇതൊക്കെ എന്ത് ചെയ്യും? നിങ്ങളെ ഇംഗ്ലീഷ് അടിപൊളിയാക്കാൻ, നിങ്ങൾക്ക് കൂടുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ എന്ത് ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ വി സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.